പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂൺ 3 ബുധനാഴ്ച. 1 ശമൂവേൽ 2 അധ്യായം 30 വാക്യം. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നദ്ധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരിക്കുന്ന നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദമായി മുഴങ്ങുന്ന വചനം, എന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കും, എന്നെ നിരസിക്കുന്നവർ നിന്നതിരാകും. ദൈവത്തിൻ്റെ ശബ്ദമാണ് ഈ വചനം. ഒരു വാഗ്ദാനവും ഒരേ സമയം ഒരു മുന്നറിയിപ്പുമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു ദിവ്യ പ്രഖ്യാപനം നാം കാണുന്നു. ശീലോഹോമിലെ വിശുദ്ധ മണ്ഡപത്തിൽ വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ചില ഹൃദയങ്ങളിൽ ഭക്തിയുടെ ജ്വാല കെട്ടുകൊണ്ടിരിക്കുന്നു. പുരോഹിതനായ ഏലിയുടെ ഭവനത്തിൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു, പക്ഷേ വിശുദ്ധി നഷ്ടപ്പെട്ടു. ആരാധന ഉണ്ടായിരുന്നു, പക്ഷെ ദൈവഭയം ഇല്ലാതെയായി. അപ്പോൾ സ്വർഗത്തിൻ്റെ നിശബ്ദത തകർത്തുകൊണ്ട് ദൈവം അരുളി ചെയ്തു, എന്നെ ബഹുമാനിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കും. ദൈവത്തെ ബഹുമാനിക്കുക എന്നത് അധരങ്ങളുടെ സ്തുതിയല്ല, അത് ഹൃദയത്തിൻ്റെ സമർപ്പണമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാവ് പാപത്തെ വെറുക്കും. ദൈവത്തെ ബഹുമാനിക്കുന്ന ഹൃദയം ലോകത്തെക്കാൾ കർത്താവിനെ തെരഞ്ഞെടുക്കും. ഇന്ന് ലോകം മിന്നുന്ന വെളിച്ചങ്ങളാൽ നമ്മെ ആകർഷിക്കുന്നു. പ്രശസ്തിയുടെ ശബ്ദം, സമ്പത്തിൻ്റെ വാഗ്ദാനം, അങ്ങനെ മനുഷ്യ ഹൃദയത്തെ പിടിച്ചടക്കുവാൻ ശ്രമിക്കും. എന്നാൽ ഈ ശബ്ദക്കൊഴുപ്പുകൾക്കിടയിൽ ദൈവം ചോദിക്കുന്നു, നിന്റെ ഹൃദയ സിംഹാസനത്തിൽ എനിക്ക് സ്ഥാനമുണ്ടോ? നമ്മുടെ സമയം ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സ്വർഗത്തിൻ്റെ സുഗന്ധം വഹിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദൈവത്തെ ബഹുമാനിച്ചവരെ ദൈവം ഒരിക്കലും മറന്നിട്ടില്ല. യൗസേഫ് ഇരുണ്ട തടവറയിലായിരുന്നുവെങ്കിലും ദൈവത്തെ വിട്ടുകളഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ദൈവം അവനെ രാജധാനിയിലേക്ക് ഉയർത്തി. ദാവീദ് മനുഷ്യരുടെ മുമ്പിൽ ചെറുപ്പക്കാരനായിരുന്നു, എന്നാൽ ദൈവഹൃദയത്തിൽ അവൻ രാജാവായിരുന്നു. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിലും വിശ്വാസത്തിൻ്റെ വിളക്ക് അണയാൻ സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് ദൈവം അവൻ്റെ ജീവിതത്തെ ജാതികൾക്ക് മുമ്പിൽ പ്രകാശമാക്കി. മനുഷ്യർ മറന്നാലും ദൈവം ബഹുമാനിക്കുന്നവനെ സ്വർഗം ഓർക്കും. ലോകം താഴ്ത്തിയാലും ദൈവം ഉയർത്തുന്നവനെ ആരും തടയുകയില്ല. എന്നാൽ ദൈവത്തെ നിരസിക്കുന്ന ജീവിതത്തിൻ്റെ അവസാനം ദുഃഖകരമാണ്. ഏലിയുടെ പുത്രന്മാർ ദൈവത്തിൻ്റെ സന്നിധിയെ സാധാരണമായി കണ്ടു. വിശുദ്ധിയെ അവർ ഇല്ലാതാക്കി. ഒടുവിൽ അവർ സ്ഥാനവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നഷ്ടപ്പെടുത്തി. കാരണം ദൈവസന്നിധിയെ ചെറുതായി കാണുന്ന ഹൃദയം അനുഗ്രഹത്തിൻ്റെ വാതിൽ സ്വയം അടയ്ക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കുന്ന ഹൃദയങ്ങളെയാണ്. പ്രാർത്ഥനയിൽ ദൈവത്തെ ആദരിക്കുന്നവരെ, വിശുദ്ധിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, വചനത്തിന് മുമ്പിൽ തകർന്നു നിൽക്കുന്നവരെ ദൈവം ഉയർത്തും. വചനത്തിന് മുൻപിൽ ധ്യാനിച്ചുകൊണ്ട് അതിനെ ജീവിതത്തിൻ്റെ സർവസ്വമായി കരുതുന്നവരെ തമ്പുരാൻ ഉയർത്തും. ഇന്നത്തെ സന്ദേശം ഇതാണ്: ദൈവത്തെ ആദരിക്കുന്ന ജീവിതം
ഒരിക്കലും അപമാനത്തിൽ അവസാനിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ രാവിലെയും ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ഉയർത്താം. കർത്താവേ, എൻ്റെ ജീവിതം നിൻ്റെ നാമത്തെ ബഹുമാനിക്കുന്ന ഒരു ഗാനമാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം നിൻ്റെ നാമത്തെ ബഹുമാനിക്കുന്നതായി തീരണമേ. ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ വീഴാതെ വിശുദ്ധിയിലും ദൈവഭയത്തിലും നടക്കുവാൻ സഹായിക്കണമേ. നിന്നെ ആദരിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണമേ. വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും നിന്റെ മഹത്വത്തിനായി തീരട്ടെ. നിന്നെ ബഹുമാനിക്കുന്നവരെ നീ ബഹുമാനിക്കുമെന്ന വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.